പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആണവായുധ ഭീഷണി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. അവിടുത്തെ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണത്തിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. മാത്രമല്ല, ആണവായുധമെടുത്ത് പ്രയോഗിച്ച് ഇന്ത്യയെ തകർക്കും എന്ന രീതിയിലുള്ള ഭീഷണി. മാത്രമല്ല, ഈ സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്യുകയും അത് മരവിപ്പിക്കുകയും അതുവഴി സിന്ധു നദി തടം വഴിയുള്ള വെള്ളം ഇല്ലാതാക്കുകയും ചെയ്യുകയാണെങ്കിൽ നേരിട്ട് യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ പാകിസ്ഥാൻ ആരായുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പാകിസ്ഥാൻ്റെ പുതിയ ഭീഷണിയെക്കുറിച്ച് ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേർന്ന് സംസാരിക്കുന്നു. ബി ദിലീപ് കുമാർ, ഇത്തരമൊരു ഭീഷണി ഉന്നയിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയുകയാണോ പാകിസ്ഥാൻ്റെ ലക്ഷ്യം? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സിന്ധു നദീജല കരാറിൽ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം. കാരണം പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയുടെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് പഞ്ചാബ് സിന്ധു മേഖലയിൽ നിന്നുള്ള കാർഷിക വരുമാനമാണ്. ആ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് ഈ സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും ജലം ഉപയോഗിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനിലെ കർഷകരെ തടയുക. കർഷകരെ മാത്രമല്ല, അത് വൈദ്യുതി ഉൽപ്പാദനം അടക്കമുള്ള മേഖലകളെയും കുടിവെള്ളത്തെയും ഒക്കെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധമായി കണക്കാക്കുമെന്നാണ് നേരത്തെ പാകിസ്ഥാനിലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗം തീരുമാനമെടുത്തത്, വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധം എന്ന നിലയിലേക്കാണ് പാകിസ്ഥാൻ കാണുന്നതെന്ന് അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായിരുന്നു. ഇന്ത്യ വളരെ കരുതലോടെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഓരോ നടപടികളും എടുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാകിസ്ഥാനും ഇന്ത്യയും ആണവശക്തികളാണ് എന്നത് ഇന്ത്യയും മറക്കുന്നില്ല. പക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾ പാലിക്കുന്ന ഒരു മര്യാദ ഈ ആണവായുധങ്ങളെ ഉപയോഗിക്കാതിരിക്കുക, മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചും മറ്റ് തരത്തിലുള്ള യുദ്ധമുറകൾ അതൊക്കെ പ്രയോഗിക്കുക എന്നതാണ്. കാരണം വലിയ വിനാശം സൃഷ്ടിക്കുന്നതാണ് ഈ ആണവായുധങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരപരാധികളടക്കം ഒട്ടേറെ മനുഷ്യരുടെ ജീവനുകൾ പൊലിയുന്നതാണ്, ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആണവായുധം എന്നത് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല സാധാരണഗതിയിൽ ഒരു രാജ്യങ്ങളും. ഇത് തങ്ങളുടെ കരുത്ത്, സൈനിക കരുത്ത്, തങ്ങളുടെ പ്രതിരോധ കരുത്ത്, ഇതൊക്കെ തെളിയിക്കുന്നതിനാണ് ഇപ്പോൾ ആണവായുധങ്ങൾ. നേരത്തെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ അമേരിക്ക ആണവായുധങ്ങൾ വർഷിച്ചതിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ ലോക മനസാക്ഷിക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊരു അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം, ഇത് പാകിസ്ഥാൻ്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന കാര്യം ഇന്ത്യ മറക്കരുത് എന്നാണ്. അതൊരുപക്ഷെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ മാത്രമായി നിലവിലെ സാഹചര്യത്തിൽ കണക്കാക്കേണ്ടി വരും. അതേസമയം ഇന്ത്യ പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഇന്നലെ തന്നെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ അഭ്യാസ പറക്കലുകൾ വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് നടത്തുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി തെളിയിക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് ഈ നിലയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി അടുത്തിടെയാണ് റഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നെത്തിയത്. അതിൻ്റെ കൂടി ഒരു ശക്തി തെളിയിക്കുക, അതായത് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്, വ്യോമസന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നത് ശത്രുരാജ്യത്തിന്, പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ആ നിലയിലുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതിൽ SU വിമാനങ്ങൾ കൂടി പങ്കെടുത്തിരുന്നു ഈ അഭ്യാസ പ്രകടനത്തിൽ എന്നതാണ്. മാത്രമല്ല, അറേബ്യൻ സമുദ്രത്തിൽ, അറബിക്കടലിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പുതിയ INS സൂറത്ത് എന്ന് പറയുന്ന, അതായത് മിസൈലുകൾ കടലിന് മുകളിലൂടെ മിസൈലുകളോ വിമാനങ്ങളോ ഒക്കെ റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ പോയാൽ അതിനെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്നതിനുള്ള മിസൈൽ വേധ സംവിധാനം INS സൂറത്തിലുണ്ട്. INS സൂറത്ത് സജ്ജമായി തന്നെ അറബിക്കടലിലുണ്ട്. അതോടൊപ്പം തന്നെ INS വിക്രാന്ത്, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലാണ്. INS വിക്രാന്തും അറബിക്കടലിൽ തന്നെ നങ്കൂരമിട്ടിട്ടുണ്ട്. ആ നിലയിൽ ഏത് ഭീഷണി, വ്യോമമാർഗമോ കടൽ മാർഗമോ ഉള്ള ഭീഷണി നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. കരസേന പൂർണ്ണ സജ്ജമാണ്. കരസേനയുടെ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഇന്നലെ ശ്രീനഗർ സന്ദർശിച്ചിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. നേരത്തെ 2016 ഉറി സൈനിക ക്യാമ്പിന് നേരെ ആക്രമണമുണ്ടായതിന് തൊട്ടു പിന്നാലെ സൈന്യമാണ് നേരിട്ടുള്ള ഒരു ആക്രമണം അന്ന് നടത്തിയിരുന്നത്, പാകിസ്ഥാന് തിരിച്ചടി നൽകിയിരുന്നത്. 2019 പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ബാലാക്കോട്ട് മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയാണ് മിന്നലാക്രമണം, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നത്. ഇത്തവണ
പാകിസ്ഥാൻ്റെ സന്നാഹങ്ങളൊക്കെ അതിർത്തിയിൽ സജ്ജമായി അവർ നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുള്ളതാണ്. കാരണം ഈ പഹൽഗാം ആക്രമണമടക്കം വളരെ മുന്നേ തന്നെ ആസൂത്രണം ചെയ്തിരുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ നിലയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് കരുതലോടെയാണ് എവിടെയാണ് ഗ്യാപ്പ്, എവിടെയാണ് എപ്പോഴാണ് കയറേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഇക്കാര്യത്തിൽ തികഞ്ഞ ആസൂത്രണങ്ങൾ നടത്തിവരികയാണ്. ലോകരാഷ്ട്രങ്ങളെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഏതാണ്ട് 30ഓളം രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ചു കഴിഞ്ഞു. 80ഓളം സ്ഥാനപതിമാർ, വിവിധ രാജ്യങ്ങളിലെ സ്ഥാനപതിമാർ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി. അവരോട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ആ നിലയിൽ ഇന്ത്യ ലോക പിന്തുണ വ്യാപകമായി നേടുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുടെ അതിർത്തികളിൽ സർവസജ്ജമായിക്കൊണ്ടുള്ള കര, വ്യോമ, നാവിക സേനകളുടെ സംഘങ്ങളെ വിന്യസിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. SKN. താങ്ക് യു. വിദിലി കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ആണവായുധ ഭീഷണി ഇന്ത്യക്ക് നേർക്കുള്ള തീർച്ചയായിട്ടും ഒരു ഭീഷണി തന്നെയാണ്. ഈ പാകിസ്ഥാൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള രാഷ്ട്രത്തലവന്മാർക്കാണ് യഥാർത്ഥത്തിൽ ഈ ആണവായുധം പോലെയുള്ള വളരെ മാരകമായ ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള അന്തിമമായ അവകാശമെങ്കിൽ അവിടെ തീവ്രവാദികൾക്കും ഇതിൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുന്ന കാര്യം. എന്നാൽ നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിനും പ്രതിരോധ വകുപ്പിനും അതുപോലെ നമ്മുടെ മിലിറ്ററിക്കും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാലും എല്ലാവിധമായ പഴുതും അടച്ച് തന്നെ നടത്തും. അതേസമയം ഒരു കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ച് പറയുകയും ചെയ്തു.